ദൈവത്തിന്റെ ഒരു പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കഠിനമായ ഉപദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 6:60 ഇത് കഠിനമായ ഉപദേശമാണ്, ആർക്കാണ് ഇത് സ്വീകരിക്കാൻ കഴിയുക? ലഘുവായ പഠിപ്പിക്കലുകളുമുണ്ട്, കഠിനമായ പഠിപ്പിക്കലുകളുമുണ്ട്. രണ്ടും പ്രയോജനകരമാണ്. ആശ്വാസം നൽകുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ, ഇവ സ്വീകരിക്കാൻ എളുപ്പമാണ്. എന്നാൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ദിവസവും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ, അല്ലെങ്കിൽ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ അതൊരു കഠിനമായ പഠിപ്പിക്കലാണ്. നമ്മുടെ ഇഷ്ടം സമർപ്പിക്കാനും ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാനും അത് നമ്മെ വെല്ലുവിളിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതും നമുക്ക് വേണ്ടി ചെയ്യുന്നതും കേൾക്കുന്നത് സന്തോഷകരമാണ്. എന്നാൽ നാം അവന് വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാൻ പ്രയാസമാണെന്ന് തോന്നുന്നു. മോശ നീതിയുടെ നിയമം കൊണ്ടുവന്നു, അതേസമയം യേശു കൃപയുടെ നിയമം കൊണ്ടുവന്നു. ഏതാണ് പിന്തുടരാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്? നീതിയുടെ നിയമമോ അല്ലെങ്കിൽ കൃപയുടെ നിയമമോ? നീതിയുടെ നിയമം പറയുന്നു വ്യഭിചാരം ചെയ്യരുത്. യേശു അതിനെ കൂടുതൽ കഠിനമാക്കി. ഹൃദയത്തിൽ കാമമുള്ള ഒരു സ്ത്രീയെ നോക്കുന്നത് അവന്റെ ദൃഷ്ടിയിൽ വ്യഭിചാരം ചെയ്യുകയാണ്. പഴയ പഠിപ്പിക്കലുകൾ പറയുന്നു കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല്, ജീവന് പകരം ജീവൻ. അതേസമയം പുതിയ പഠിപ്പിക്കലുകൾ പറയുന്നു ആരെങ്കിലും നിന്റെ വലത്തെ കവിളിലടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കുക. ഇത് ശരിക്കും കഠിനമായ പഠിപ്പിക്കലാണ്. യേശു ഇത് പ്രസംഗിച്ചപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിന്തിരിഞ്ഞു. ഇത് യോഹന്നാൻ 6:66 കാണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് പോലും തന്റെ ശുശ്രൂഷയിൽ വലിയ പോരാട്ടങ്ങൾ നേരിട്ടു. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപെടുത്തും? എല്ലാ സൃഷ്ടികളിലും ഒന്നിനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല എന്ന് റോമർ 8:36-39 എന്ന വാക്യങ്ങളിൽ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒന്നും വളരെ ബുദ്ധിമുട്ടുള്ളതല്ല. ഒരു പ്രയാസത്തിനും നമ്മെ അവന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 7:13-14 ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക. നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിശാലവും വഴി എളുപ്പവുമാണ്, അതിലൂടെ പ്രവേശിക്കുന്നവർ പലരാണ്. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ എഹെസ്കേൽ 30, 31, 32 അധ്യായങ്ങൾ, വൈകുന്നേരം 1 പത്രോസ് 4 അധ്യായം. ആമേൻ.